ഈ മാസം 22-ന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ T20യിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. സഞ്ജു ആരാധകർക്ക് വീണ്ടും ആശ്വസിക്കാം. സഞ്ജു സാംസനെ വീണ്ടും ഇന്ത്യൻ ടീമിൽ തുടരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാധാരണയായി ടീമിന് വേണ്ടി എത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചാലും തുടരെ ഒരു സീരീസിൽ അവസരം ലഭിച്ചിരുന്നില്ല. സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിന് സ്ഥാനം ലഭിക്കുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ സീരീസിൽ എന്ന പോലെ വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി സഞ്ജു സാംസൺ വീണ്ടും തുടരും. 5 മത്സരമുള്ള പരമ്പരയിൽ സൂര്യകുമാർ യാദവ് തന്നെയാണ് നയിക്കുന്നത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്ത കൂടിയാണ് ഈ സ്ക്വാഡ്. പരിക്കേറ്റ് കുറച്ചുനാൾ വിട്ടുനിന്ന ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷമി ഈ സീരീസിലൂടെ മടങ്ങിവരും. ഇന്ത്യയുടെ മിന്നുന്ന പേസ് ബൗളർ ജസ്പ്രീത് ബുംറ ഇല്ലാത്ത സാഹചര്യത്തിൽ ഷമി തന്നെയായിരിക്കും ഇന്ത്യൻ പേസ് ബൗളിങ്ങിനെ നയിക്കുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാർ റെഡ്ഡിയും സ്ക്വാഡിൽ ഉൾപ്പെട്ടു. പരിക്കിനെ തുടർന്ന് റിയാൻ പരാഗിനെയും ശിവം ദുബെയെയും പരിഗണിച്ചിട്ടില്ല. ഇനി നമുക്ക് സൂര്യകുമാർ യാദവ് നയിക്കുന്ന 15-അംഗ സ്ക്വാഡിനെ പരിശോധിക്കാം. മെയിൻ വിക്കറ്റ് കീപ്പറായും ഓപ്പണർ ബാറ്റ്സ്മാനായും മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസൺ വരും. കഴിഞ്ഞ വർഷം ലാസ്റ്റ് കളിച്ച 5 T20യിൽ നിന്നും 3 സെഞ്ചുറി സഞ്ജുവിന്റെ പേരിലുണ്ട്. സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മയായിരിക്കും മറ്റൊരു ഓപ്പണർ ബാറ്റ്സ്മാൻ. മിഡിൽ ഓർഡറിൽ ഓൾറൗണ്ടർമാരായി തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും അക്ഷർ പട്ടേലും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ്. ബൗളിംഗിൽ മുഹമ്മദ് ഷമിയും രവി ബിഷ്ണോയും വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ്. സഞ്ജുവിന് പകരം വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജൂറലും സ്ക്വാഡിലുണ്ട്. ആദ്യ മത്സരം ജനുവരി 22-ന് ഈഡൻ ഗാർഡൻസിൽ നടക്കും.